പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദിവസമായി നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. സദൃശവാക്യം 30-ാം അധ്യായം 26-ാമത്തെ വാക്യം. കുഴിമൊയിൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ് നമ്മൾ വായിച്ചത്. എന്താണ്? കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. ലേലിയ. യോബിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അനവധി മൃഗങ്ങളെക്കുറിച്ച്, മറ്റു ജീവികളെക്കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുന്നൊരു പുസ്തകമാണ്. വിവിധ മൃഗങ്ങളെ, പക്ഷികളെയൊക്കെ കാണിച്ചു തന്നിട്ട് അതിലൂടെ മനുഷ്യന്റെ ജീവിതത്തെ കൂടെ വെളിപ്പെടുത്തുകയാണ് ദൈവാത്മാവിടെ. മനുഷ്യന്റെ അവസ്ഥയും മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലും ഈ മൃഗങ്ങളിൽ കൂടെ, ഈ ഇഴജന്തുക്കളിലൂടെ നമുക്ക് കാണാൻ കഴിയും. യോബ് ആത്മാവിൽ നമുക്ക് ഈ വചനം എഴുതി തരുമ്പോഴേ പരിശുദ്ധാത്മാവ് നമ്മോട് എത്രമാത്രം കരുണ കാണിക്കുന്നുണ്ട്, ദയ കാണിക്കുന്നുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ, ജന്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾ, ജന്തുക്കൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ശക്തിയില്ലാത്ത ഒരു ജന്തുവാണ് ഈ കുഴിമുയൽ എന്ന് പറയുന്നത്. അതിന് മറ്റുള്ള ഒരു ജീവജാലങ്ങളെ പോലെ അവന് ശക്തിയില്ല. ബലഹീനമായതാണ്. ശത്രുക്കളോട് ശണ്ടയിടുവാൻ അതിന് ബലമോ ശക്തിയോ ഇല്ല. അല്ലേലിയ. സിംഹത്തെ പോലെ അതിന് വീര്യമില്ല. പാമ്പിനെ പോലെ വിഷമില്ല. ഒരിക്കലും കുഴിമുയൽ പ്രാണികളെ ആക്രമിക്കുകയില്ല. അത് മാംസം ഭക്ഷിക്കത്തില്ല. അല്ലേലിയ. എന്നാൽ കുഴിമുയലിന് ധാരാളം ശത്രുക്കളുണ്ട്. പ്രൈസോ. ഒന്ന് ഓർത്തു നോക്കി, കുഴിമുയലിലെ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും എല്ലാ ജീവികളെക്കാളും ബലഹീനമായതാണെങ്കിലും മറ്റുള്ള ഒരു മൃഗത്തിനോടും ജീവജാലങ്ങളോടും ശണ്ടയിടുവാൻ കഴിയില്ലെങ്കിലും ഈ കുഴിമുയലിൽ എന്തുമാത്രം ശത്രുക്കളാണ്. കുഴിമുയലിലെ ശത്രുക്കളാണ് നായ്ക്കള്, നരികള്, പാമ്പുകൾ, പരുന്തുകൾ, സിംഹം, പുലി, കരടി, ഊളൻ. ഇവയെല്ലാം അതിനെ തുരത്തി ഓടിച്ച് കീഴ്പ്പെടുത്തി അതിനെ ഭക്ഷണമാക്കും. അത്രമാത്രം ശത്രുക്കളുള്ള അല്ലേലിയ ഒരു ജീവജന്തുവാണ് ഈ കുഴിമുയൽ എന്ന് പറയുന്നത്. ആ ഒരു കുഴിമുയലിനെ കാണിച്ചിട്ടാണ് കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കും. അല്ലേലിയ. അതിന്റെ പാർപ്പിടം പാറയിലാണ്, അടിസ്ഥാനമുണ്ട്. കാറ്റ് വന്നാലും, കോള് വന്നാലും, മഴ വന്നാലും, ദുരന്തങ്ങൾ വന്നാലും, ഉൾപ്പൊട്ടലുകൾ വന്നാലും പാറയിൽ പാർപ്പിടം ഉണ്ടാക്കിയ കുഴിമുയലിന്റെ പാർപ്പിടം തകരുന്നില്ല. അതിനത്രമാത്രം ബുദ്ധിശക്തി ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഉടനെ കേൾക്കുന്ന പ്രശ്നം, മനുഷ്യന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. മനുഷ്യൻ എല്ലാത്തിലും ശ്രേഷ്ഠനാണെങ്കിലും, എല്ലാത്തിലും കഴിവുണ്ടെങ്കിലും, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് സകലത്തിന്മേൽ വാഴുവാൻ അധികാരം കൊടുത്തെങ്കിലും പാപം ചെയ്തതിനുകൂടി ആദാം അവയിൽ പാപം ചെയ്തുകൂടി മനുഷ്യന്റെ അധികാരങ്ങൾ നഷ്ടപ്പെടുന്നു. മനുഷ്യന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകുന്നു. സാത്താന്യ ശത്രുക്കൾ. കുഴിമുയലിനെ പോലെ ശക്തിയും ബലവും ഇല്ലാത്തൊരു അനുഭവത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് പലപ്പോഴും ശത്രുക്കൾ നിമിത്തം. അല്ലേലിയ. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് ശത്രുക്കൾ പെരുകുമ്പോൾ, അല്ലേലിയ സ്തോത്രം, മനുഷ്യന്റെ ജീവിതത്തിലും ഇതുപോലെയുള്ള നായ്ക്കളും, അല്ലേലിയ സ്തോത്രം, നരികളും, പാമ്പുകളും, പരുന്തുകളും, സിംഹം, പുലി, കരടി, ഊള തുടങ്ങിയ സ്വഭാവങ്ങളുള്ള വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളുള്ള സാത്താന്യ ശക്തികൾ മനുഷ്യന് നേരെ എഴുന്നേൽക്കുമ്പോഴും സ്തോത്രം, ഒരുപക്ഷെ അവരോട് എതിർത്ത് നിൽക്കാൻ, ചണ്ടയിട്ട് നിൽക്കാൻ കഴിവില്ലായിരിക്കാം. എന്നാലും നമ്മുടെ അടിസ്ഥാനം പാറമേലാണെങ്കിൽ നമ്മളെ തകർക്കൊരു ശക്തിയും കഴിയത്തില്ല. കുഴിമുയൽ അതുകൊണ്ടാണ് അതിന്റെ പാർപ്പിടം പാറയിൽ ആമൻ ഉണ്ടാക്കുന്നത് പറയുന്നത്. എന്നെ കേൾക്കുന്ന ഇവിടെ പാറ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ക്രിസ്തുവാകുന്ന പാറയാണ്. അപ്പൊ ക്രിസ്തുവാകുന്ന പാറമേലാണ് അടിസ്ഥാനമെങ്കിൽ നിനക്ക് നേരെ എത്ര വലിയ ശത്രുക്കൾ എഴുന്നേറ്റാലും, ശത്രു എത്ര പ്രബലനായി മാറിയാലും നിന്നെ തകർക്കുവാൻ കഴിയില്ല. കാരണം നീ ഉറപ്പുള്ള പാറമേലാണ്.
ദൈവം തന്നെ സഭയെ പണിതിരിക്കുന്നു ഉറപ്പുള്ള പാറമേല. പത്രോസിനോട് ദൈവം പറയുന്നത് അത് തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അല്ലെങ്കിൽ അതിന്റെ 18-19 വാക്യങ്ങളൊക്കെ വായിച്ചാൽ കാണാം. നീ പത്രോസ് ആകുന്നു, യേശു പത്രോസ്, നീ പത്രോസ് ആകുന്നു. എന്നിട്ട് യേശു ഈ പാറമേൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു, ഞാനാകുന്ന പാറമേൽ, ക്രിസ്തു ആകുന്ന പാറമേൽ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്ന്. ഹല്ലേലൂയ. അപ്പം ദൈവം തന്റെ സഭയെ പണിതിരിക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ ദൈവം തന്റെ സഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിലെ ശത്രു എത്ര പ്രബലനായിരുന്നാലും ദൈവസഭയെ തകർക്കാൻ കഴിയത്തില്ല. അതുപോലെ തന്നെയാണ് ദൈവമക്കളുടെ ഭവനം, ദൈവമക്കളുടെ ജീവിതം. അങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന പാറമേല. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ഭവനം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന പാറമേല. അപ്പൊ ക്രിസ്തു എന്ന പാറമേലാണ് നിന്റെ പാർപ്പിടമെങ്കിൽ ആമിൻ ഉരുൾപൊട്ടൽ വന്നാലും നിന്റെ ഭവനത്തെ ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ താണ്ഡവമാടിയാലും, ഭൂമി മുഴുവൻ കരിതുള്ളി ആമി നിന്നാലും, പേമാരികളും ദുരന്തങ്ങളും ഒക്കെ ഉണ്ടായാലും ക്രിസ്തു എന്ന പാറമേലാണെങ്കിൽ നിന്റെ വീട് ദൈവ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ നിസ്രാജനം പുറപ്പെടുന്നതിന് മുമ്പ് ദൈവം ഒരു കൽപ്പന കൊടുത്തു, നിങ്ങൾ ആട്ടിൻകുട്ടി അറുത്ത് അതിന്റെ രക്തം കട്ടളക്കാൽമീരും കുറുമുടി വീരും തേക്കണം. സംഹാരകൻ അത് കാണുമ്പോൾ, രക്തം കാണുമ്പോൾ കടന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇസ്രായേലിനും അങ്ങനെ ചെയ്തതുകൊണ്ട് ആമി മിസ്രയീമിൽ അവസാനത്തെ ബാധയുണ്ടാകുമ്പോൾ ഇസ്രായേലത്തിന്റെ വീടിനെ ദൈവം തൊട്ടില്ല. ആ വീടുകളെല്ലാം രക്തക്കോട്ടയ്ക്കുള്ളിലായിരുന്നു. എന്ന് പറഞ്ഞ പോലെ പുതിയ നിയമ സഭയോട് ഞാൻ പറയട്ടെ, പുതിയ നിയമ വിശ്വാസികളോട് ഈ കാലഘട്ടത്തിലെ ജനത്തോട് പറയട്ടെ, നീ ഭൂമി താമസിക്കുന്നിടത്തോളം കാലം നീ ബലഹീനനായ മനുഷ്യനാണ്. ശണ്ടയിടുവാനും മറ്റുള്ള മൃഗങ്ങളോട്, ഇഴജാതികളോട്, സാത്താനോട് പോരാടി നിൽപ്പാൻ നിനക്ക് വീണ്ടുന്ന കഴിവും പ്രാണിയൊന്നും ഇല്ലെങ്കിലും നീ ക്രിസ്തുവാകുന്ന പാറമേലാണ് നിന്റെ അടിസ്ഥാനമെങ്കിൽ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും. രക്തക്ഷയം. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ജനം ആമ എപ്പോഴും ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കണം. അല്ലെങ്കിൽ നീ തകരുവാൻ സാധ്യതയുണ്ട്, തളരുവാൻ സാധ്യതയുണ്ട്. നിന്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, ജീവിതത്തെ ക്ഷീണിപ്പിക്കുന്ന, നിന്റെയും കൂടെ തകർത്ത് കളയുന്ന അന്ധകാരത്തിന്റെ വ്യാപാര മണ്ഡലങ്ങൾ നിനക്ക് നേരെ പോരടിക്കുമ്പോൾ, നിന്റെ ജീവിതം ഒറ്റയ്ക്കായി മാറുമ്പോൾ, നീ നിരാശയുടെ നടുവിലൂടെ ഒറ്റയ്ക്കായി മാറുമ്പോൾ, ഒരു കച്ചിത്തുരുമ്പും ആശ്രയം എന്ന പോലെ നീ ചില സാഹചര്യങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേലാണോ നീ നിൽക്കുന്നത് എങ്കിൽ നിന്നെ തളരാതെ താങ്ങി നിർത്തുവാൻ, വീഴാതെ വണ്ണം താങ്ങി നിർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അപ്പൊ നിന്റെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കണം. നീ ബലഹീനനായ ഒരു മനുഷ്യനാണ്. ശണ്ടയിടുവാൻ, പൊരുതി നിൽക്കുവാൻ ഒരുപക്ഷെ നിനക്ക് കരുത്ത് കാണില്ല. പക്ഷേ കുഴിമോയിൽ, പാറയിൽ, അല്ലെങ്കിൽ ആമി സ്തോത്രം, അല്ലെങ്കിൽ പാർപ്പിടം ഉണ്ടാക്കുന്നത് പോലെ നീ ക്രിസ്തുവിനാൽ പണിതെടുക്കണം. ക്രിസ്തുവിലേക്ക് വരണം. വീണ്ടും ജനനം നീ പ്രാപിക്കണം. ഹല്ലേലൂയ. ഈ ലോകം മുഴുവൻ പാപത്തിലൂടെ കടന്നുപോകും, പാപജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ, അരാജകത്വം പെരുകുമ്പോൾ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തെ ഭയപ്പെടണം. പ്രൈസ്. അപ്പൊ ക്രിസ്തുവാകുന്ന പാറമേലാണ് നീ അടിസ്ഥാനം വിടുന്നെങ്കിൽ നിന്നെ നിന്റെ തലമുറയിൽ ദൈവം കാത്തു സൂക്ഷിക്കും. പ്രൈസ്. നമ്മൾ ഈ കഴിഞ്ഞിട്ടൊക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നത് കോട്ടയത്ത് ഗാന്ധിനഗറിൽ നടന്ന നഴ്സിംഗ് കോളേജിൽ നടന്ന റാങ്കിങ്ങിനെ കുറിച്ചാണ്. റാങ്കിന് ഇരയായിപ്പെട്ട ആ കുട്ടിയെ കുറിച്ചാണ്. ഹല്ലേലൂയ. വളരെ വേദനജനകമായ, വേദനിപ്പിക്കുന്ന, ഹൃദയം ആമിലടി തകർക്കുന്ന വിഷയമാണ് നമ്മൾ കണ്ടത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? സർക്കാർ എല്ലാ തലങ്ങളിലും തീരുമാനമെടുക്കുന്നു, അവിടെ പരിശോധന നടത്തുന്നു, ഇവിടെ പരിശോധന നടത്തുന്നു, അത് കണ്ടെടുത്ത് ഇത് കണ്ടെടുത്ത് തെളിവ് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അക്രമം അവസാനിക്കുന്നില്ല. അക്രമം അവസാനിക്കുന്നതിന്റെ കാരണം സർക്കാർ നേരെയാകണം, രാഷ്ട്രീയക്കാർ നേരെയാകണം. ഹല്ലേലൂയ. സർക്കാരും രാഷ്ട്രീയക്കാരും നേരെയാക്കാത്തടത്തോളം കാലം മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റ് കേരളം ഭരിച്ചാലും ഇവിടെ അക്രമം, കൊലപാതകം ഇതുപോലുള്ള കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇതിന് അറുതി വരുന്നുണ്ട്. ഇവിടുത്തെ മദ്യഷാപ്പുകൾ അടച്ചുപൂട്ടണം, ഇവിടുത്തെ ബീവറേജുകൾ അടച്ചുപൂട്ടണം, ലഹരി ഉൽപ്പന്ന സാധനങ്ങൾ വിൽക്കുന്ന സകല കടകളും സകല വ്യക്തികളെ ആമേനലിയെ നിയന്ത്രിക്കണം, അടച്ചുപൂട്ടണം. അതിന് സർക്കാരിന് കഴിയുമോ? ഇവിടെ രാഷ്ട്രീയക്കാർക്ക് കഴിയുമോ? അതിന്
ബാറുകളും അലരിയ സ്വതം ബീവറേജുകളും അതുപോലെ തന്നെ കള്ളുഷാപ്പുകളും ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്ക് പഞ്ഞം വരും. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വലിയ വേദനയാണ്. വേദന ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരുപാട് രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ആളാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, കേരളം മുക്ക് സമാധാനത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ശരിയാകണം. മദ്യഷാപ്പുകളും ബീവറേജുകളും അതുപോലെ ലഹരി പദാർത്ഥ സാധനങ്ങൾ അടച്ചു തീർക്കണം. ഇവിടെ ലഹരിയില്ല, ബീവറേജുകളിലെ മയക്കുമരുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിയാകുമ്പോൾ നിങ്ങൾ ടൗണുകളിൽ ഗ്രാമങ്ങളിൽ ചെന്നെന്തേ അനവധി അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് വന്ന് രാവിലെ വന്ന് നിലനിൽക്കുന്നത് കാണാം. അവരുടെ എല്ലാം കയ്യിൽ പാൻമസാലകളുണ്ട്. പാൻമസാലകൾ ഉപയോഗിച്ച് അത് തിന്നുന്നത് അവിടെ നിന്ന് കാണാൻ കഴിയും. തിരുവി വായിൽ വെക്കുന്നത്. അപ്പൊ അവർക്ക് ചുറ്റിലത് കിട്ടുന്നുണ്ടല്ലോ. അനവധി അന്യസംസ്ഥാനത്തുള്ള കഞ്ചാവ് വിൽപ്പനക്കാരാണ്. MDMA അടക്കമുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ട് കൊണ്ടുവരുന്ന വിൽക്കുന്നവരാ. ഇതൊക്കെ കേരളത്തെ നിയന്ത്രിക്കണം. കേരളത്തെ നിയന്ത്രിക്കാൻ സർക്കാരിന് ധൈര്യം ഉണ്ടാകണം, അധികാരികൾക്ക് ധൈര്യം ഉണ്ടാകണം. ഇല്ലാത്തടത്തോളം കാലം ഇതൊക്കെ ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കും. അധികാരികൾക്കും രാഷ്ട്രീയക്കാർക്കും വോട്ട് മാത്രം മതി, അധികാരം മാത്രം മതി. ജനത്തിന്റെ സുരക്ഷ അവർക്ക് പ്രശ്നമേ അല്ല. ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ ഒന്ന്, മൈക്കിന് മുമ്പിൽ ഒന്ന് വാതോരാതെ പ്രസംഗിക്കും. ഞങ്ങൾ അത് ചെയ്യും. ഒന്നും സംഭവിക്കത്തില്ല, ഒരു ചുക്ക് സംഭവിക്കത്തില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ വേറെ മാറും. നാളെ സോഷ്യൽ മീഡിയക്ക് വേറൊരു വാർത്ത കിട്ടിക്കുമ്പോൾ ഈ വാർത്ത നടിയിലായി പോകുന്ന ഈ വിഷയം മറന്നുപോകും. അവരെന്നേരം അതിന്റെ പുറകെ പോകും. വലിയ ആദ്യം മാനസാന്തര സർക്കാരുണ്ടാകും. ഇവിടെയാണ് നമ്മൾ കുഴിമയലിനെ കണ്ടുപിടിക്കേണ്ടത്. അല്ലേ? കുഴിമയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്ന പറഞ്ഞ പോലെ മനുഷ്യനെ ഇവിടുത്തെ നിയമങ്ങളോട്, ഇവിടുത്തെ ഒന്നിനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മനുഷ്യൻ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് നിൽക്കുകയാണെങ്കിൽ ലോകം ഇവിടുത്തെ നിയമങ്ങൾ നിനക്ക് സംരക്ഷണം തന്നില്ലെങ്കിലും ദൈവം നിന്റെ തലമുറയും കാത്തു സൂക്ഷിക്കും. അല്ലേ? സോദരം, നോക്കി എല്ലാ വിധത്തിലും ജനത്തിന് ശത്രുതയാണ്. നിങ്ങൾ ചിന്തിക്കുകയും ഗാന്ധിനഗറിലെ പ്രശ്നം എത്ര ദിവസം സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ പത്രങ്ങളിലൂടെ കാണും. അടുത്ത വേറൊന്ന് വരുമെന്നാണ്. ഇതെല്ലാം മായവും നഷ്ടപ്പെട്ടതാർക്കാ? പിതാവിനും മാതാവിനുമാ. നഷ്ടപ്പെട്ടത് കുടുംബത്തിനാണ്, നഷ്ടപ്പെട്ടത് ചെറുക്കനാണ്, പയ്യനാണ്. അല്ലേ? അവന്റെ ശരീരമാണ് കോമ്പസ് കൊണ്ട് കുത്തിത്തുളച്ചത്. അവന്റെ ശരീരത്തിന്റെ മുറിവുകൾക്കകത്താണ് രോഷൻ ഒഴിച്ചത്. അവന്റെ മർമ്മസ്ഥാനത്താണ് ഇരുമ്പ് കട്ടകൾ എടുത്തു വെച്ചത്. അല്ലേ? ഇത്ര ഹീനമായി പ്രവൃത്തി നടക്കുന്നത്. ഇപ്പം എല്ലാ മേഖലയിലുള്ള ഈ മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ അത് കർശനമായിട്ട് നിരോധിക്കണം. അവരെ കർശനമായിട്ട് കണ്ടെത്തണം. ജനങ്ങൾ മുമ്പിട്ടിറങ്ങി അധികാരികളോട് ചേർന്ന്, പോലീസുകാരോട്, എക്സൈസിനോട് ചേർന്ന് നിന്ന്, നിയമവകുപ്പിനോട് ചേർന്ന് നിന്ന് അവരെ കണ്ടെത്തി അവർക്ക് കൽത്തുറുങ്കിൽ അവരെ അടയ്ക്കണം. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഭാഷ ഇങ്ങനെയൊക്കെ പറയും. അല്ല, നമ്മൾ നിയമം അവരെ കൊല്ലാനോ വെട്ടാനോ കുത്താനോ ഒന്നുമല്ല പറഞ്ഞത്. മാതൃകാപരമായ ശിക്ഷ. അനവധി കുടുംബങ്ങളെ തകർക്കുന്ന, അനവധി ജീവിതങ്ങളെ തകർക്കുന്ന, കുടുംബജീവിതത്തെ തകർക്കുന്ന, തലമുറകളെ തകർക്കുന്ന നായ്ക്കളും നരികളും പാമ്പുകളും പരുന്തുകളും സിംഹം, പുലി, കരടി, ഊളം പോലെയുള്ള ഇത്ര ജാതികൾ, ജന്തുക്കൾ, ഇവരെ ജന്തുക്കൾ എന്ന് വേണം വിളിക്കാൻ. അവർ സമൂഹത്തെ തകർത്തുകൊണ്ടിരിക്കുക. അല്ലേ? അപ്പൊ കുഴിമയിൽ ഇത്രമാത്രം ശത്രുക്കൾ ഉള്ളതുപോലെ തന്നെ മനുഷ്യജാതിക്ക് ഇതുപോലെ ശത്രുക്കളാണ്. പ്രൈസലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പം, ലേലിയ, ആ വീട്ടിലെ മാതാവിന് വളരെ ഭാരം. സ്തോത്രം. അവർ കുടുംബശ്രീയിൽ പോയപ്പോൾ ആ കുടുംബശ്രീക്കകത്ത് അല്ലരിയ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ പോകുമ്പോൾ അവരുടെ ബാഗുകളും അവരുടെ റൂമുകളൊക്കെ പരിശോധിക്കണം. അങ്ങനെ ആ മാതാവ് എന്ത് ചെയ്തു? മക്കളെ കുറിച്ച് ആത്മഭാരമുള്ളതുകൊണ്ട് ഭാരമുള്ള മാതാവ് അവരുടെ റൂമുകളൊക്കെ പരിശോധിച്ച ഒരു പ്ലാസ്റ്റിക് അതിനകത്ത് വൈറ്റ് സിമെന്റ് ഇരിക്കുന്നു. അപ്പൊ അവർക്ക് ഈ MDMA ഒക്കെ ഇങ്ങനെയുള്ള സാധനമാണെന്ന് അറിയത്തുള്ളൂ. അവരുടെ ഹൃദയത്തിൽ വേദനയായി, സങ്കടമായി, തേങ്ങലായി. അവരെന്നെ വിളിച്ചു, വാസേ ഇങ്ങനൊരു സംഭവമുണ്ട്, വാസം ഒന്ന് വന്ന് കാണണം, ഇതെന്താണെന്ന് അറിയത്തില്ല. ഞാൻ ആ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ വൈറ്റ് സിമെന്റാ. അല്ലേ? കണ്ടോ എത്രമാത്രം നമ്മുടെ കേരളം തകർന്നിരിക്കുന്നു. കാരണം അത്രമാത്രം ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക. കാരണം ഒന്നും നമുക്ക് അനുയോജ്യമല്ലെന്നാണ്. അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന മാനസാന്തരപ്പെടാൻ
കേരളം ശരിയാകണം, ഭാരതത്തിൽ ലോകരാജ്യം ശരിയാകണമെങ്കിൽ ഇവിടുത്തെ ഈ അശ്ലീലമായ സാഹചര്യങ്ങളെ മാറ്റി നിങ്ങൾ ക്രിസ്തുവാകുന്ന പാറമേൽ നിങ്ങൾ അടിസ്ഥാനപ്പെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഒരു ശക്തിയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, മറ്റു മൃഗങ്ങളോട് ഇഴഞ്ഞ് നമ്മെ മറ്റൊന്നോട് ശണ്ടയിട്ട് നിൽക്കാൻ കഴിയാത്ത മറ്റെല്ലാ ജീവജന്തേക്കളാക്കാലും ബലഹീനമായ കുഴിമുയൽ അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നത് പോലെ ഇന്ന് മകൾ ഈ വചനം കേൾക്കുന്ന മാതാവി പിതാവി, ലോകത്തിന്റെ എല്ലാ ഇംഗിതങ്ങളും, ലോകത്തിന്റെ എല്ലാ ഇമ്പങ്ങളും, ലോകത്തിന്റെ എല്ലാം നീ വിട്ടിട്ട് നീ നിന്റെ കുടുംബം ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനപ്പെടണം. അല്ലേ? നിന്റെ പാർപ്പിടം ക്രിസ്തുവാകുന്ന പാറമേലാകട്ടെ. നിന്റെ പാർപ്പിടം ക്രിസ്തുവാകുന്ന പാറമേലാണെങ്കിൽ ഈ ലോകശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? വെറും നീച്ചവും ക്രൂരമായ, നിന്ദ്യമായ, ഇത്ര പൈശാചികമായ സാഹചര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സാത്താൻ സകല ജനത്തെയും വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. 1 യോഹന്നാന്റെ ലേഖനം 5-19 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ 14 ജില്ലകളും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. ഹല്ലേലൂയ. അപ്പൊ ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞ സാത്താന് ശക്തികൾ, സൈന്യങ്ങള് സകല ജനത്തെ തകർത്തുകൊണ്ടിരിക്കുക, സകല കുടുംബത്തെ തകർത്തുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിലാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയമാതാവ്, ഈ കേരളത്തെ, ഭാരതത്തെ, ലോക രാജ്യത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശുവിന് മാത്രമേ കഴിയുള്ളൂ. യേശുക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട്, യേശുക്രിസ്തു എന്ന പാറമേൽ ഉറപ്പോടുകൂടിയാണ് നീ നിന്റെ കുടുംബം പാർക്കുന്നതെങ്കിൽ ഈ ലോകത്തിന്റെ പൈശാചിക ശക്തികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഞാൻ ആവർത്തിക്കുക, നായ്ക്കളും നരികളും പാമ്പുകളും പരുതുകളും സിംഹം, പുലി, കരടി, ഊളൻ തുടങ്ങിയ പൈശാചികമായ ശക്തികൾ നിനക്ക് നിന്റെ കുടുംബത്തിനെതിരെ കടന്നു വരുമ്പോൾ നിനക്കതിനെ ജയിക്കാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവാകുന്ന പാറമേൽ നീ ഉറപ്പോടെ നിൽക്കണം. മടങ്ങി വരണം. അല്ലാതെ ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ടോ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ കൊണ്ടോ ഒന്നും കേരളത്തെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ നോക്ക്, കേരള നിയമസഭയുടെ ചരിത്രം പഠിക്ക്. കേരള നിയമസഭയുടെ ചരിത്രം പഠിച്ച കേരള നിയമസഭ പ്രാബല്യത്തിൽ വന്ന കാലം തൊട്ട് എത്രയോ ഗവൺമെന്റുകൾ മാറി മാറി ഭരിച്ചു. കേരളത്തിന് എന്തെങ്കിലും മാറ്റം വന്നോ? കേരളത്തിന് ഒരു മാറ്റം വന്നില്ല. മാറ്റം എന്ന് പറയുന്നത് വോട്ട് പിടിക്കുവാൻ വേണ്ടി മാറ്റുന്ന വാദോരാതെ പ്രസംഗിക്കുന്ന അവരുടെ സ്വാർത്ഥ താല്പര്യമാണ്. ചിലർക്ക് അതുകൊണ്ട് ഉപജീവനം നടത്തണം, ഉപജീവനമാർക്കം. പണിയെടുക്കാതെ പാടത്തും പറമ്പിലും കോറിയിലും ഇറങ്ങി പണിയെടുക്കാതെ, കൈകൊണ്ട് പണിയെടുക്കാതെ, തോപ്പയെടുക്കാതെ, കൂന്താനിയെടുക്കാതെ, ആയുധമെടുക്കാതെ, പണിയെടുക്കാതെ, വിയർപ്പൊഴുക്കാതെ ചുമ്മാ തിന്ന് പുളയ്ക്കാൻ വേണ്ടിയിട്ട് ചിലർ പറയും വികസനമാണെന്ന് പറയും. ഹല്ലേലൂയ. വികസനമൊന്നുമില്ല പ്രിയരെ, അരാജകത്വമാണ് സർവ്വലോകവും. കേരളം മുഴുവൻ സാത്താൻ അധീനതയിലാണ്. ഹല്ലേലൂയ. സകല ജനത്തെ പാപത്തിലേക്ക് അഴ്ത്തിക്കളയുന്ന, പാപത്തിലേക്ക് തള്ളയിടുന്ന ശക്തികൾ പെരുകുന്നു. ഇവിടുത്തെ കേരളത്തിലെ ഒന്നാമത്തെ ബീവറേജുകൾ അടച്ചുപൂട്ടണം. സർക്കാരിന് വരുമാനം വേണ്ടെന്ന് വെക്കണം. രാഷ്ട്രീയക്കാർക്ക് അതിനകത്തുള്ള പിരിവ് വേണ്ടെന്ന് വെക്കണം. കള്ള് ഷാപ്പുകൾ അടച്ചുപൂട്ടണം. കള്ള് ഷാപ്പ് വ്യാപാരികൾ, അതിന്റെ കോൺട്രാക്ടർമാർ വേറെ പണിയെടുത്ത് ജീവിക്കട്ടെ. ബീവറേജുകൾ വേറെ പണിയെടുത്ത് ജീവിക്കട്ടെ. കേരളത്തിലെ ബാറുകൾ മുഴുവൻ അടച്ചു പൂട്ടണം. കുടിൽ വ്യവസായം മുഴുവൻ അടച്ചു പൂട്ടണം. ലരിയ സകല മയക്കുമരുന്ന് ശാലകളും അടച്ചു പൂട്ടണം. അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ കേരളം സ്വസ്ഥരിക്കും, ജനസുബോധമുള്ളവരായി മാറും. അല്ലേലിയ. ഓരോ പഞ്ചായത്തുകൾ തോറും ഓരോ ഗ്രാമങ്ങൾ തോറും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള സ്കൂൾ ഉണ്ടാക്കണം. രാഷ്ട്രീയക്കാരെ, ജനത്തെ കൂട്ടിവിളിച്ച് അതിന് സംവിധാനമുണ്ട്, അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കി എവിടെയാണ് ധാർമ്മിക നടക്കുന്നത് കണ്ടുപിടിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ അങ്ങനൊരു സംവിധാനം ഉണ്ടാകണം. അങ്ങനൊരു സംവിധാനം ഉണ്ടായ കേരളത്തിനകത്ത് മാനസാന്തരം ഉണ്ടാകും. അല്ലാത്തടത്തോളം കാലം കേരളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളും കാണും. നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ തലമുറ ഇതുപോലെ ഇഞ്ചിഞ്ചായി മരിക്കുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ശങ്കുപൊട്ടുന്ന അനുഭവങ്ങളാ, വേദനിക്കുന്ന അനുഭവങ്ങളാ. സ്തോത്രം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങളുടെ മക്കൾ ഇതുപോലെ ക്രൂരമായ പീഡനത്തിന് ഇരയാകുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാകുകയുള്ളൂ. രക്തം ചെയ്യും. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന കുഴിമുയൽ, അല്ലെങ്കിൽ സ്തോത്രം, ശക്തിയില്ലാത്ത ജാതി, അല്ലെങ്കിൽ എങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ യോബ് ഈ ദൈവോധനം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
ആമി കുഴിമൊയലിനെ മറ്റുള്ള ഒന്നിനോടും എതിർത്ത് നിൽക്കാൻ കഴിയില്ലെങ്കിലും പാർപ്പിടം പാറയില്ല, പാറ ഇളകുന്നില്ല, പാറയ്ക്ക് അടിസ്ഥാനമാണ്. ആർക്കും പാറയെ പിടിച്ച് കുലുക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അത് തന്നെയാണ്, ക്രിസ്തുവാകുന്ന പാറയിലാണ് നീ നിന്റെ കുടുംബമെങ്കിൽ നിന്നെ ഇളക്കുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത്, ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 18-ാം അധ്യായം, ഹല്ലേലൂയ, 10-ാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ കാണുന്നുണ്ട്: ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ലേലൂയ. ശിശുക്കളെ കുറിച്ചുള്ള ഉടുപ്പൊപ്പയാണ് യേശു പറയുന്നത്. അല്ലേലൂയ. ആ നാഴികയിൽ ഈ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗത്തിൽ ഏറ്റവും വലിയവനാർ എന്ന് ചോദിച്ചു. അവനൊരു ശിശുവിനെ അടുക്കൽ വിളിച്ച് അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കരുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന് ആഴത്തിൽ താഴ്ത്തിക്കളയുന്നല്ല. ഇങ്ങനെ ചില സന്ദേശങ്ങൾ കർത്താവ് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിക്കാൻ. അപ്പൊ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ, അല്ലേലൂയ, സൂക്ഷിച്ചുകൊള്ളേ. അല്ലേലൂയ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം കാണുമെന്ന്. അവയെ ആരെ തുച്ഛിരിപ്പാനും ആരെ കഴിവില്ലാത്തവനാക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകരുത്. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം. പ്രൈസ് ദി ലോർഡ്. രക്തം ചെയ്യും. യോബിന്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ദൈവം ഭൂമിയിൽ ആക്കി വെച്ചിരിക്കാൻ ജീവജാലങ്ങളെ കൊണ്ട്, ജന്തുക്കളെ കൊണ്ട് അനവധി കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഞാനും നിങ്ങളൊന്ന് അനുസരിക്കാൻ തയ്യാറാകണം. ഇന്നും കള്ളു കുടിച്ച്, കഞ്ചാവ് കുടിച്ച്, മയക്കുമരുന്നടിച്ച്, ഉടുതുണി വരച്ച് തലയിൽ കെട്ടി റോഡിൽ നിന്ന് അസഭ്യം വിളിച്ചു പറഞ്ഞാൽ, അസഭ്യമായി തെറി വിളിച്ചു പറഞ്ഞാൽ, അമ്മവെങ്ങന്മാർക്ക്, സഹോദരിമാർക്ക് റോഡെ കടന്നു പോകാൻ കഴിയാത്ത, യാത്രക്കാർക്ക് കടന്നു പോകാൻ കഴിയാത്ത അസഭ്യ തെറി വിളിച്ചു പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിന്ന്. ഹല്ലേലൂയ. എന്നാൽ സുവിശേഷം വിളിച്ചു പറഞ്ഞാലോ അവർക്കെതിരെ കമ്പും കുഴിയായിട്ട് കടന്നു വരും. ഏത് അസഭ്യം ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് വിളിച്ചു പറയാവുന്നു, ഏത് ടൗണിൽ, ഏത് സാഹചര്യത്തിൽ, ഏത് ഗ്രാമത്തിൽ ചെന്നാൽ ഏതവനും ചീത്ത വിളിച്ചു പറയാവുന്നു. ഹല്ലേലൂയ. കാരണം ഇവിടെ അത്രയ്ക്ക് മാത്രം നിയന്ത്രണമേ ഉള്ളൂ. മനുഷ്യൻ ലഹരിക്ക് അടിമയായി ഭ്രാന്തനായി മാറി. ഹല്ലേലൂയ. കഴിഞ്ഞ എന്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ സഹോദരന്റെ കൂട്ടുകാരനാ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാന് ഫോണ് വിളിച്ച് നാട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം നാട്ടിൽ ഭയങ്കര തെറിയാ കേൾക്കുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മുടെ സിറ്റിയിലാണോ? നമ്മുടെ സിറ്റിയിലാണ്. അല്ലേ? അപ്പൊ ചോദിച്ചു പറഞ്ഞു, ആരാണ് വിളിക്കുന്നത്? അത് നമ്മുടെ സുഹൃത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നും നമ്മുടെ കരയ്ക്ക് മാറ്റം വന്നില്ലേ? ഇന്നും നമ്മുടെ കരയ്ക്ക് യാതൊരു മാറ്റം വന്നില്ല. കാരണം ഇന്നും ആ കരയ്ക്ക് മാറ്റം വരാത്തതിന്റെ കാരണം എന്തുവാ? ഇന്നും ജനം മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നുള്ളതാണ്. അപ്പൊ ഏത് അസഭ്യവും നമുക്ക് എവിടെ നിന്നും വിളിച്ചു പറയാം. പക്ഷേ ദേശത്തെ, രാജ്യത്തെ, രാഷ്ട്രത്തെ, ജനത്തെ ശുദ്ധീകരിക്കുന്ന, മാനസാന്തരപ്പെടുന്ന സുവിശേഷ സന്ദേശമായി ദാസന്മാർ പട്ടണത്തിന്റെ, ഗ്രാമങ്ങളുടെ തിരുക്കോണുകളിൽ ചെന്ന് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ, മാനസാന്തര സന്ദേശം വിളിച്ചു പറയുമ്പോൾ അവർക്കെതിരെ കല്ലും കുഴിയുമായി വന്ന് അവരെ ആട്ടി ഓടിക്കുന്ന അനുഭവമുണ്ടല്ലോ, അതാണ് കേരളത്തിന്റെ ശാപം എന്ന് പറയുന്നത്. സുവിശേഷകന്മാരെ ആട്ടി ഓടിച്ച്, വിരട്ടി ഓടിച്ച്, വീട്ടിൽ തള്ളിയിറക്കി സുവിശേഷന്മാരെ ഇല്ലായ്മപ്പെടുത്തി ദൈവനാമത്തെ ദുഷിക്കുന്ന ഏത് സ്ഥലത്തും അല്ലെങ്കിൽ അരാജകത്വമായിരിക്കും. പ്രൈസലോ. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. സത്യം ഇതൊക്കെയല്ലേ? സത്യം നിങ്ങൾ തിരിച്ചറിയണ്ടേ? അല്ലെങ്കിൽ അപ്പൊ കർത്താവ് നിങ്ങൾ ഈ ചെറിയൊരു ആരെയും തുച്ഛീകരിക്കരുത്. അപ്പം അതുപോലെ ഏത് ചെറിയ ഒരു ജന്തുവായിരുന്നാലും അതിനെ വളരെ നിസ്സാരമായി കരുതരുത്. അത് പഠിപ്പിക്കുന്ന പാഠത്തെ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കണം. അതിന് ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. എത്ര ചെറിയ ബലഹീനമായ ജന്തുവായിരുന്നാലും ഹല്ലേലൂയ, അതിനെ നമ്മൾ നിസ്സാരമായി കാണരുതെന്ന്. ഈ ചെറിയൊരുത്തിനെ തുച്ഛീകരിക്കുന്നത് ഈ ചെറിയ ജന്തുവായിരുന്നു നമ്മൾ കുഴിമേൽ നമ്മൾ നിസ്സാരമായി കാണരുതെന്ന്. ഹല്ലേലൂയ. അതിൽ നിന്ന് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഹല്ലേലൂയ.
അതിന് വളരെ ജ്ഞാനമുണ്ട്. കുഴിമുയലിന് വളരെ ജ്ഞാനമുള്ളത് കൊണ്ടാണല്ലോ അതിന്റെ പാർപ്പിടം പാറയിലാക്കിയത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 1:5 കാണുന്നുണ്ട്, ആമീൻ, നിങ്ങളിൽ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവരായ ദൈവത്തോട് അല്ലയ യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അറിവ് കുറവാകുന്നുവെങ്കിൽ, നിങ്ങൾ മറ്റൊരാളെ ഭത്സിക്കാതെ ഹല്ലേലൂയ ആമേ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് നീ യാചിക്കുമ്പോൾ ദൈവം നിന്നെ ഈ ജ്ഞാനാത്മാവിൽ നിറയ്ക്കും. ഹല്ലേലൂയ. കേരളത്തിലെ ജനത്തിന് ജ്ഞാനമുണ്ട്, കേരളത്തിലെ ജനത്തിന് പരിജ്ഞാനമുണ്ട്, വിവേകമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്ന് പറയുന്നു. ജീവിതം കൊണ്ടും രീതി കൊണ്ടും ഭാഷ കൊണ്ടും ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും നിറം കൊണ്ടും വർണ്ണം കൊണ്ടും അല്ലെ നടപ്പ് കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ആമേൻ ആഹാര സാധനങ്ങൾ കൊണ്ടും എല്ലാം വ്യത്യസ്തരാണെന്ന് പറയാറുണ്ട് കേരളക്കാർ. ശരിയാണ്, എല്ലാം വ്യത്യസ്തമുണ്ട്. പക്ഷെ ഇവിടുത്തെ അരാജകത്വം മാറിയിട്ടുണ്ടോ? കേരളത്തിന്റെ കണ്ണുനീര് മാറിയിട്ടുണ്ടോ? കേരളത്തിന്റെ ശാപം മാറിയിട്ടുണ്ടോ? ശാപം മാറണമെങ്കിൽ ഈ മദ്യഷാപ്പും ബീവറേജും മയക്കുമരുന്ന് അടച്ചുപൂടും. ഇവിടുത്തെ ആവാസ കേന്ദ്രങ്ങൾ അടച്ചു. ഇതേക്ക് പല ആവാസ കേന്ദ്രങ്ങൾ അനവധി ആവാസ കേന്ദ്രങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നു കേരളം മുഴുവൻ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ പ്രഭാതത്തിലേക്ക് പലപ്പോഴും യാത്ര ചെയ്ത് പോകുന്ന സമയങ്ങളിൽ ഈ കള്ളുഷാപ്പും ബീവറേജും ഒക്കെ ഉള്ള ഒരുപാട് സ്ഥലം അറിയാം. കുടിക്കാൻ പോകുന്നോണ്ടല്ലേ യാത്ര ചെയ്യുന്ന സുവിശേഷം പറഞ്ഞു ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം രാവിലെ വന്നിട്ട് ജനം ഇങ്ങനെ കൂടിയിരിക്കുന്ന കാണാൻ കഴിയും. യൗവനക്കാരാ. എന്താ ഇതൊന്നും തുറക്കാൻ വേണ്ടിയിട്ട്, ഈ ആവാസ കേന്ദ്രങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളുടെ അടുത്തൊരു ബീവറേജ് ഉണ്ട്. 9 മണിക്ക് 10 മണിക്കും കണ്ട തുറക്കുന്നേ. അപ്പൊ രാവിലെ ഒരു 8 മണി തൊട്ടേ അനേകർ വന്ന് കണ്ടും നട്ട് നോക്കിയിരിക്കുക, ആരാണ്ട് വരാനുള്ളത് പോലെ കണ്ടും തൊട്ട് നോക്കിയിരിക്കുക, ആരാണ്ട് വരാനുണ്ട്. എന്ത് അത്യാവശ്യമുള്ള കാര്യം. പണ്ടൊക്കെ ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അതിന്ന് വിടുവിക്കപ്പെട്ടതാണ് എൻ്റെ സമാധാനം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേദ, ഈ കുഴിമോയലിന്റെ എന്ത് നോക്കി പഠിക്കേ. കുഴിമോയൽ എല്ലാം ചെന്തിനേക്കാട്ടിലും ആമി ബലഹീനമായതാണെങ്കിലും മറ്റൊന്നിനോട് ശണ്ടയിടുവാൻ കഴിയില്ലെങ്കിലും അതിന്റെ പാർപ്പിടം പാറയില്ല. പ്രൈസലോ, മാനസാന്തരപ്പെടും, മടങ്ങി വരണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും വിമർശിക്കാൻ പറ്റത്തില്ല. വിമർശിച്ച് അവരന്നേരം വാളും പടിയും കോലുമായിട്ട് ഇറങ്ങും. ഹല്ലേലൂയ. അതിനൊക്കെ നിയമം അവർക്ക് അനുകൂലമാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കതാ, നാം മാനസാന്തരപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, എന്നാലും ഈ കുഴിമോയിൽ തന്റെ ധാരാളമായ ശത്രുക്കളിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ജ്ഞാനമായി തന്റെ പാർപ്പിടത്തെ പാറയിൽ ഉണ്ടാക്കുന്നു. വിരോധികൾ തുരത്തുവാൻ വരുമ്പോൾ അത് ഓടിപ്പോയി പാറയുടെ പാർപ്പിടത്തിൽ പോയി ഒളിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നു. ഹല്ലേലൂയ, ആമേൻ. അവിടെ വെച്ച് തന്റെ കുട്ടികളെ വളർത്തുന്നു. കുഴിമോയില് വിലഹീനമായ ജാതിയാണ്. അതിനെ തുരത്തുവാൻ, എന്നെ ഭക്ഷണമാക്കുവാൻ വേണ്ടി നായ്ക്കളും ഹല്ലേലൂയ ആമേൻ നരികളും പാമ്പുകളും പരുന്തുകളും സിംഹവും പുലി കരടി ഊളനൊക്കെ കുഴിമോയിലിനെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് ഓടിക്കുമ്പോൾ കുഴിമോയിൽ എന്ത് ചെയ്യും? ജീവനും കൊണ്ടോടി പാറയുടെ വിളപ്പിൽ ആദിച്ചെന്ന് ഒളിക്കും. തന്റെ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തും. പ്രൈസലോ. അതേ സ്നേഹിത, ഈ ലോകം ശത്രുതയാ. ഈ ലോകശത്രുവിന്റെ കയ്യിൽ നിനക്ക് രക്ഷപ്പെടാൻ ക്രിസ്തുവാകുന്ന പാറമേൽ നീ ഒളിക്കണം. ക്രിസ്തുവാകുന്ന പാറമേൽ നീ വരണം. ക്രിസ്തുവാകുന്ന പാറയുടെ വിളപ്പിൽ നീ നിൽക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ആമേൻ, നിനക്ക് സുഖകരമായ അനുഭവം കിട്ടും. നിന്റെ ജീവിതം സംരക്ഷണമായി മാറും. ഈ ലോകത്തെ സംരക്ഷിക്കുവാൻ, ജനത്തെ സംരക്ഷിക്കുവാൻ, കുടുംബത്തെ സംരക്ഷിക്കുവാൻ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ആമേൻ, യേശുവിന് മാത്രമേ കഴിയുള്ളൂ. സഹോദരാ, നീ ആദ്യം മനസ്സിലാക്ക്, നിന്റെ ഭർത്താവ് മദ്യത്തിന് അടിമയായി എത്ര കാലമായി, നിന്റെ ഭാര്യ ലോക ജീവിതത്തിൽ മദ്യപാനത്തിന് ലഹരിക്ക് അടിമയായി എത്ര കാലമായി. ഇന്നത്തെ കാലഘട്ടത്തിലെ ആമേൻ യുവാക്രമം മയക്കുമരുന്ന് അടിമയായി കിടക്കുന്ന കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ കണ്ടില്ലേ? ഒരു പെൺകുട്ടി മയക്കുമരുന്ന് അടിമയായി. ആമേൻ, ഇവിടെ പോലീസ് അധികാരികൾ അതിനെ പിടിച്ചിട്ടും കാലും കൈയും എടുത്ത് തൊഴിക്കുന്നത് കണ്ടില്ലേ? ലഹരിക്ക് അടിമയായി പോയി. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണം. കുഴിമോയിൽ ആമീൻ മറ്റ് ജന്തുക്കളും രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്തുവാകുന്ന പാറയുടെ വിളപ്പിൽ അമേലരിയ അല്ലെങ്കിൽ സ്വതം കുഴിമോയിൽ പാറയുടെ വിളപ്പിൽ ഒളിക്കുന്ന പോലെ ദൈവമക്കൾ ക്രിസ്തുവാകുന്ന പാറയുടെ വിളപ്പിൽ ഒളിക്കണം. ദൈവമക്കൾ ക്രിസ്തുവാകുന്ന പാറ.
അത് നീ എവിടെ പോയിരുന്നാലും, നീ ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയി വസിക്കുന്ന വ്യക്തിയായിരുന്നാലും, നിനക്ക് ശത്രു ഉണ്ടാകുമ്പോൾ നീ ആ ശത്രുവിന്റെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുക്കാതെ നീ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്താൻ ചെയ്യും വല്ലേരിയ മാനസാന്തരത്തോടെ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ വചനത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ട്, നമുക്ക് സുരക്ഷിതമായ ഒരു പാറയുണ്ട്, ആ പാറ ക്രിസ്തുവാണ് എന്ന് 1 കൊരിന്ത്യർ 10:4 വായിക്കുന്നുണ്ട്. നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലമുള്ളത് ക്രിസ്തുവാകുന്ന പാറയാണ്. അതിനെക്കുറിച്ച് അതിന്റെ ശ്രദ്ധ 1 കൊരിന്ത്യർ 10 വായിക്കുമ്പോൾ നമുക്ക് കാണാം. 10 1 തൊട്ട് വാക്യങ്ങൾ 4 വരെ വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയകാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയപാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയുന്നതിലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. ഹല്ലേലൂയ. അത് നമ്മുടെ പിതാക്കന്മാരെ നടത്തിയ ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന ദൈവം നിന്നോട് കൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എത്ര കാലമായി നീ നന്നാകണമെന്ന് ആഗ്രഹിച്ച് നീ ഉലകം ചുറ്റി നടക്കുന്നത്, നന്നാകാൻ വേണ്ടി പല മാർഗങ്ങളെ സ്വീകരിക്കുന്നു. ഇന്ന് നിനക്ക് മാനത്താന്തത്തിൽ നന്നാകാതെ ഇന്ന് നിന്റെ കുടുംബം കണ്ണുനീരില്ലല്ലേ? അല്ലേ ഏലിയ? കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പെൺകുഞ്ഞ് പറഞ്ഞത്, പെൺകുട്ടി +2 കഴിഞ്ഞിപ്പം ഡിഗ്രിക്ക് പഠിക്കുക. ആ കുട്ടി പറയാ, അച്ഛൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മയെ എടുത്തിട്ട് ഇടിക്കുന്നതാ ഞങ്ങൾ കാണുന്നത്. അമ്മ എന്നും ഇടിക്കുക, അമ്മ ഇടി കൊണ്ട് നിലവിളിക്കുക. അമ്മയുടെ ഇടിച്ചു പിന്നെ ഞങ്ങൾ 2 പെമ്മക്കളെ ഞങ്ങൾക്ക് നേരെ തിരിയും. ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പറമ്പിലായിരിക്കുന്നത്, പറമ്പിൽ ഒളിച്ചിരിക്കുക. അമ്മയെ അടിമേടിച്ച് വന്ന് ഞങ്ങൾ ഇരിക്കൽ പറമ്പിൽ ഞങ്ങൾ 3 പേരും കൂടി ഒളിച്ചിരിക്കും. അച്ഛൻ ഉറങ്ങിക്കഴിയുമ്പോഴാണ് വീട്ടിൽ കയറി ചെല്ലുന്നത്. ഓർത്തു വയ്ക്കും, ഇന്നത്തെ കാലഘട്ടം ഇന്നത്തെ കാലമാണ്. കാരണം രാവിലെ പോയി പണിയെടുത്ത് അധ്വാനിച്ച് ചോര വിയർപ്പാക്കി കിട്ടുന്ന ആ പൈസ കൊണ്ടുവന്ന് ആവാസ കേന്ദ്രങ്ങളായിരിക്കുന്ന ബീവറേജിലും ബാറിലും കള്ളുഷാപ്പിലും കൊടുത്തിട്ട് സുബോധം നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങാടിയിൽ തോറ്റന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ ഭാര്യയെ ഇടിക്കുന്ന ഭർത്താക്കന്മാർ, മക്കളെ ചവിട്ടിയിറക്കുന്ന ഭർത്താക്കന്മാർ, മക്കളും ഭാര്യയും സ്വയരക്ഷയ്ക്ക് വേണ്ടി സുരക്ഷിതനായി പറമ്പുകളിൽ അഭയം പ്രാപിക്കുന്ന അന്യ വീടുകളിലേക്ക് ഓടിപ്പോകുന്നു. അല്ലേ? ഇത്ര പരാജയമാണ് ഇവിടുത്തെ ഈ അസന്മാർഗമായി പണം ഉണ്ടാക്കാൻ വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി പണിയെടുക്കാതെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേരളത്തിൽ ചെയ്തു കൂട്ടുന്ന ഹീനമായ പ്രവർത്തികളെ ഒന്ന് മാറ്റിക്കളഞ്ഞിട്ട് കേരളത്തിന്റെ എത്ര സമാധാനം കിട്ടും? കേരളത്തിലെ ജനം രക്ഷപ്പെടും. അല്ലേരിയ. അല്ലാതെ വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടോ പ്രകടനങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ സമാധാന മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടൊന്നും കേരളത്തിൽ സമാധാനമില്ല. ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും, ഞങ്ങൾ അങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഇതൊക്കെ ചില ഓലപ്പാമ്പ് ഓടിക്കുന്ന പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെയാണ്. അല്ലേരിയ. മുഖം രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് പോകും. രക്തം ചെയ്യും. മാനസാന്തരപ്പെടണം. അധികാരികൾ മാനസാന്തരപ്പെട്ട്, ഭരണ സംവിധാനങ്ങൾ ഇരിക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റുകൾ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ മാനസാന്തരപ്പെടണം. ഏത് രാഷ്ട്രീയക്കാരാകട്ടെ, ഏത് രാഷ്ട്രീയക്കാരുമാകട്ടെ, മാനസാന്തരപ്പെടാൻ. മനുഷ്യന്റെ ജീവന് വില കൊടുക്കണം, മനുഷ്യന്റെ ജീവന സ്വത്തിന് വില കൊടുക്കണം, മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കണം. അല്ലാതെ സ്വന്തം ഗീശ വീർപ്പിച്ച് കുടുംബത്തെ പോറ്റിപ്പുലർത്തുകയല്ല രാഷ്ട്രീയം കൊണ്ട് ചെയ്യേണ്ടത്, പണം കൊണ്ട് ചെയ്യേണ്ടത്. ജനത്തിന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിപ്പടി. കർത്താവായ യേശുക്രിസ്തു എന്താണ് നമുക്ക് കാണിച്ചു തന്ന മാതൃക? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ സൗമ്യതയും താഴ്മയും ഉള്ളവനാകെ എന്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. മത്തായി സുവിശേഷം 11:28. അതെ, യേശുക്രിസ്തുവിനെ പോലെ നിങ്ങൾ മടങ്ങി വാ. സൗമ്യതയും താഴ്മയുടെ ആത്മാവിനെ ധരിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന സ്വത്തിനും അവന്റെ സംരക്ഷണം കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ ജീവൻ ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് നായ്ക്കളെ കൊന്ന കേസാ, മൃഗങ്ങളെ കൊന്ന കേസാ. എത്രയോ മൃഗങ്ങളാണ് ആളുകളെ കടിച്ചു കീറുന്നത്, എത്രയോ മൃഗങ്ങളാണ് മനുഷ്യനെ കൊന്ന്. കഴിഞ്ഞിടെ വയനാട് തന്നെ കണ്ടില്ല, എത്രയോ ആളുകളെ ആന ചവിട്ടിക്കൊന്നത്. പുലികളും കടുവകളും എല്ലാം നാട്ടിലിറങ്ങി എത്രയോ മനുഷ്യനെ ആക്രമിക്കുന്നു. എത്രയോ പട്ടികൾ, നായ്ക്കളാണ് സ്കൂളിൽ പോകുന്ന കുട്ടികളെ കടിച്ച് പേ പിടിച്ച കുഞ്ഞുങ്ങൾ മരിക്കുക കണ്ടില്ലേ? പേ പിടിച്ചൊരു കുട്ടി മരിച്ചത് കണ്ടില്ലേ? എന്നിട്ട് ഇവിടുത്തെ മൃഗങ്ങൾക്ക്, നായ്ക്കൾക്കും ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക. സംരക്ഷണം കൊടുത്തിട്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന് യാതൊരു വിലയുമില്ല. എന്നെ കേൾക്കുന്ന പ്രശ്നം, ഈ ലോക സൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന്റെ കരവിരുത് നോക്കിയാൽ നോക്കട്ടെ, ദൈവത്തെ ശില്പശാലയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മനുഷ്യനാണ്.
ദൈവത്തിന്റെ സൃഷ്ടിയിൽ ഏറ്റവും മനോഹരിതമായി ഏറ്റവും ശ്രേഷ്ഠമായി സൃഷ്ടിച്ച മനുഷ്യനാണ് ഈ ഭൂമിയിലെ ഒന്നാമത്തെ സ്ഥാനം. മനുഷ്യനാണ് സംരക്ഷണം ഏറ്റവും ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മനുഷ്യനെ കാണാൻ കഴിയണം. ഹല്ലേലൂയ, സ്തോത്രം. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന എന്താണ് ഇവിടെ നടക്കുന്നത്? എത്രയോ ജീവിതങ്ങളാണ് പൊരിഞ്ഞു പോകുന്നത്. എത്രയോ സഹോദരിമാർക്കാണ് ഭർത്താവില്ലാതാകുന്നത്. എത്രയോ അമേലയ സ്വതം മക്കൾക്കാണ് അപ്പനമ്മമാരില്ലാതാകുന്നത്. എത്രയോ മാതാപിതാക്കൾക്കാണ് മക്കളില്ലാതാകുന്നത്. കണ്ണുനീരോടെ കഴിയുന്ന കേരളത്തിലെ അനവധി അമ്മമാരുണ്ട്, അനവധി അപ്പന്മാരുണ്ട്. സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടതിന് പേരിൽ, മരിച്ചവന് പേരിൽ വിലാപത്തോടുകൂടി കണ്ണുനീരോടുകൂടി കണ്ണുനീരൊഴുക്കുന്ന അനവധി മാതാപിതാക്കൾ കണ്ണുനീർ വീണുകൊണ്ടിരിക്കുന്ന കേരളമാണിത്. ഈ കേരളത്തിനകത്ത് എങ്ങനെ സമാധാനം ഉണ്ടാകും? ഇവിടെയാണ് നമ്മൾ വീണ്ടും കുഴിമയിലിനെ നോക്കി പഠിക്കേണ്ടത്. കുഴിമയിൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. ഇത്ര ബലഹീനമായൊരു ജന്തുവിനെ ദൈവം നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന, മാതൃകയായി തന്നത് എന്നെ കേൾക്കുന്ന ശ്രോതാവി, നീ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ടാ. അല്ലേ ദൈവം നിന്റെ മാനസാന്തരം ആഗ്രഹിക്കുന്നത്. നിനക്ക് കുറച്ച് പേരോ പ്രശസ്തിയോ പുകഴ്ചയോ സ്ഥാനമാനങ്ങളോ അധികാരങ്ങളോ പാരമ്പര്യങ്ങളോ മഹിമയോ ഒന്നും അല്ല ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മാനസാന്തരമാണ്. അല്ലേറിയ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 25 വർഷം മദ്യത്തിന് മയക്കും ലഹരിക്കും അടിമപ്പെട്ട് എന്ന് പറയാൻ തിരിച്ചറിവായ്പിനാ കേട്ടോ. പക്ഷെ എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് തോന്നിയ പിച്ച വെച്ച് നടക്കുന്ന കാലം തൊട്ട്, തിരിച്ചറിവായ കാലം തൊട്ട് എന്റെ വീട്ടിൽ മദ്യവും മയക്കൂരും മദ്യം വിളമ്പുന്നതാണ്. അപ്പൊ എന്റെ ചെറുപ്രായം തൊട്ട് ഞാൻ മദ്യത്തിന് അടിമയാണ്. ഏകദേശം 36 വയസ്സിൽ, 35 വയസ്സിൽ 36 വയസ്സ് കിടക്കുന്നതിന് വരെ ലഹരിക്ക് അടിമപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട് ജീവിച്ച എന്റെ ജീവിതത്തിലേക്കാണ് യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം കടന്നു വന്നപ്പോൾ, യേശുവിനെ ദൈവമായി എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എനിക്കും സുബോധമുണ്ടായത്. സുബോധം വന്നു കഴിഞ്ഞപ്പോഴാണ് കർത്താവ് നീ കുഴിമൊയിലിനെ നോക്കാൻ പറഞ്ഞത്. കുഴിമൊയിൽ അല്ലെങ്കിൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. കാരണം അതിനെ സംരക്ഷണം കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നിക്ക് മാനസാന്തരം അടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ സ്വതന്ത്രം ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾക്കും കുടിമയിലുകൾക്കും സങ്കേതമാകുന്നു എന്ന് നമ്മൾ 114 സങ്കേതത്തിന് ഹല്ലേലൂയ അതിന് 16, 17, 18 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. 104 സങ്കേതത്തിന്റെ 16 മുതൽ 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു, അവൻ നട്ടിട്ടുള്ള ലെബാനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, വിരിഞ്ഞാറയ്ക്ക് സകലവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമൊയിലുകൾക്ക് സങ്കേതമാകുന്നു. അവ കാലഗണത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തന്റെ അസ്തമനത്തെ അറിയുന്നു. ഹല്ലേലൂയ. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഹല്ലേലൂയ ഉണ്ടാക്കുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങൾക്ക് സഞ്ചാരം തുടങ്ങുന്നു. ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കും. ഇതൊക്കെ സുബോധത്തിന് ബുദ്ധി ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്നിരിക്കുന്ന വചനങ്ങളാണ്. നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ഉയർന്ന മലകളും കാട്ടാടുകൾക്കും ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാർപ്പിടം കുഴിമൊയിലുകൾക്കും സങ്കേതമാണ്. ലോകത്തിലുള്ളവർക്ക് അവരുടെ പണം, പദവി, അന്തസ്സുകൾ ഉപകാരമാണ്. ലോകത്തിലുള്ളവർക്ക് എന്താ? അവരുടെ പണവും പദവി സ്ഥാനമാനങ്ങളും അവർ ഉയർത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. വേറെ ചിലർക്ക് ബന്ധുക്കളും രാഷ്ട്രീയക്കാരും സംരക്ഷണമായിരിക്കുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ കർത്താവ് സംരക്ഷണം. ചിലരുടെ സംരക്ഷണം പറഞ്ഞാൽ ഈ ലോകത്തിന്റെ പണവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഒക്കെയാണ് ഇവിടെ ചിലരുടെ സംരക്ഷണം. ചിലർക്ക് ബന്ധുക്കളും സ്വന്തക്കാരും അധികാരികളും രാഷ്ട്രീയക്കാരും ഒക്കെയാണ്. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്ന കർത്താവ് യേശു ക്രിസ്തുവാണ്. വീണ്ടെടുപ്പ് പ്രാപിച്ച, രക്ഷ പ്രാപിച്ച, മാനസാന്തരപ്പെട്ട ഒരുവിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആമേൻ. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും പിസറിന് ഒരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻപാറയുടെ തണൽ പോലെയും ഇരിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 32 2 വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നിട്ട് സദൃശവാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. സദൃശവാക്യം 2:14 വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി, സദൃശവാക്യം ഉത്തമഗീതം 2:14 വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പാറയുടെ പിളർപ്പിലും കടുതൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു എന്ന് ഇവിടെ ശലോമോൻ എഴുതിയിരിക്കുക. ഹല്ലേലൂയ. ഉത്തമഗീതത്തിൽ
അന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ വായിക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെ പ്രിയൻ തന്റെ കാന്തയെ എന്റെ പ്രാവെ എന്ന് അതിസംബോധന ചെയ്യുന്നു. നിഷ്കളങ്കതയുടെ പ്രതീകമാണ് പ്രാവ്. ക്രിസ്തുവിന്റെ കാന്തയായ ദൈവസഭയെ അനന്യരും പരമാർത്ഥികളും നിഷ്കളങ്ക മക്കളും എന്നാണ് ഫിലിപ്പ് ലേഖനം 2:14 പ്രതിപാദിക്കുന്നത്. ഈ ഈ ഈ പ്രാവ് ഇരിക്കുന്നത് പാറയുടെ പിളർപ്പിലും കടുത്തൂക്കിന്റെ പറവിലുമാണ് എന്ന് പറഞ്ഞൊരു വീണ്ടെടുക്കപ്പെട്ട ജനം ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിലാണ് അഭയം പ്രാപിക്കുന്നതെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ സഭ ഇവിടെ അഭയം പ്രാപിക്കും ക്രിസ്തുവാകുന്ന പാറയുടെ പിളർപ്പിൽ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ കടുത്തൂക്കിന്റെ മറവിൽ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തിയുടെ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമാണ്. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവം ഏത് സമയത്തും ദൈവസന്നിധിക്ക് അടുത്ത് വരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ ദൈവത്തിലേക്ക് അടുത്തുക. നമുക്ക് സമാധാനമാണ് ആവശ്യം. നമുക്ക് ഈ ലോകത്തിന്റെ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പദവിയൊന്നും അല്ല ആവശ്യം. നമുക്കിവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ജീവിതം, ഇവിടുത്തെ കസേരയൊന്നും അല്ല ആവശ്യം. നമുക്ക് സമാധാനമാണ് ആവശ്യം. നമ്മുടെ കുടുംബങ്ങളുടെ സംരക്ഷണമാണ്, നമ്മുടെ തലമുറയുടെ സംരക്ഷണമാണ്. കുടുംബ ജീവിതത്തിനകത്തെ സമാധാനം നമുക്ക് ആവശ്യം. നമ്മുടെ കുടുംബങ്ങൾ തകരാതിരിക്കണം, നമ്മുടെ തലമുറകൾ തകരാതിരിക്കണം. നമ്മുടെ തലമുറ അക്രമം വിട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇനിയൊരു അക്രമം നമ്മുടെ കേരളത്തിൽ ഭാരത ലോകരാജ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പാറയുടെ പിളപ്പിലേക്ക്, ക്രിസ്തുവാകുന്ന പാറയുടെ പിളപ്പിലേക്ക് വന്ന് നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിനെ എത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിൽ മടങ്ങി വാ. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, സ്വസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുനീരോടെ ആയിരിക്കുന്ന മാതാവേ, പിതാവേ, കണ്ണുനീരോടെ കടന്നുപോകുന്ന കുടുംബങ്ങൾ വ്യക്തിയോട് പറയട്ടെ, ഇന്ന് നിന്റെ അസന്മാർഗമായ ജീവിതം വിട്ട് ആവാസ കേന്ദ്രങ്ങളിൽ നിന്റെ ജീവിതം ആവാസങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാതെ, ഹല്ലേലൂയ, നീ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ജീവിതത്തിലേക്ക് മടങ്ങി സുബോധത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ജീവിതത്തെ മുമ്പോട്ട് നിലനിർത്തണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കണ്ണുകളുടെ ചാട്ട്. അല്ലെങ്കിൽ പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയിലെത്തിയ ജനത്തിന്റെ വിടുതലും സമാധാനം സ്വസ്ഥതയും രക്ഷയ്ക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും നീചവും നികൃഷ്ടമായ നിന്ദ്യവുമായ പീഡന പരമ്പരകൾ കർത്താവ് കുഞ്ഞു കുട്ടികൾ അടക്കം മുതിർന്നവരെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് ഞങ്ങളുടെ കേരളത്തിലൊരു മാനസാന്തരം, ജനത്തിലൊരു മാനസാന്തരം, ഇന്ത്യയിൽ ലോക മാനസാന്തരം, മനുഷ്യനെ സ്നേഹിപ്പാൻ കഴിയുന്ന കുടുംബത്തിനകത്ത് ഭാര്യ, ഭർത്താവ്, മക്കൾ, അപ്പൻ, അമ്മ, മരുമകൾ, കൊച്ചുമാർക്ക് സമാധാനമുള്ള ജീവിതം സമൂഹത്തിൽ, സഭയിലും, ജോലി മേഖലകളിലും, എല്ലാ സഭയിലും എല്ലാം പരസ്പരം സ്നേഹിക്കുന്ന ആരും തുച്ഛീകരിക്കാതെ കർത്താവ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതം നയിപ്പാൻ ഈ ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കണം, ബുദ്ധിയെ തുറക്കണം, മാനസാന്തരം കൊടുക്കണമേ. പാപത്തിന്റെ വഴിവിട്ട് മടങ്ങി വന്ന ജനം മാനസാന്തരം സുവിശേഷത്തിന്റെ ഭാഗമായി ക്രിസ്തു എന്ന പാറയുടെ പിളർപ്പിൽ സകല ജനത്തെ നിറയ്ക്കാനായി പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാര യൗവനത്തിലും ഞാൻ വൃത്താശ്രയാചാരം സകല കേന്ദ്ര സംസ്ഥാന ജീവന എല്ലാ ഭരണാധിപന്മാരും ലോക രാഷ്ട്ര 7 ഭൂഖണ്ഡങ്ങളായ സകല ജനത്തെയും കർത്താവ് എല്ലാ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, എല്ലാം നിലയിലുമായിരിക്കുന്നവർ, കഷ്ടതയുടെ, പട്ടിയുടെ, ദുരിതത്തിന്, ദുഃഖത്തിന്, കണ്ണുനീരിന്റെ നടിയുടെ ശാപത്തിൽ കിടക്കുന്ന രോഗികളായിരിക്കുന്നവർ, സമാധാനമില്ല, സ്വസ്ഥതയില്ലാതെ കിടക്കുന്ന അനവധി ആളുകൾ ഇന്ന് പകൽ മാനസാന്തരപ്പെട്ട് കർത്താവ് മടങ്ങി വരുവാൻ കുഴിമുയൽ കർത്താവ് ബലഹീന ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടമുണ്ടാക്കുന്നു പറഞ്ഞ പോലെ ശത്രുക്കളെ തുരത്തുമ്പോൾ, ശത്രുക്കളെ ഭക്ഷണമാക്കാൻ വരുമ്പോൾ പാറയുടെ പിളർപ്പിച്ചെന്ന് അഭയം പ്രാപിക്കുന്നത് പോലെ ഈ ലോകത്തിൽ ശത്രു ദൈവജനത്തെ, സകല ജനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ജനം ഓടി വന്ന് ക്രിസ്തുവാകുന്ന പാറമേൽ അഭയം പ്രാപിപ്പാൻ ഒരുക്കണേ. എല്ലാ ഭരണ സംവിധാനങ്ങളും വീരും ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ലോക രാജ്യങ്ങളെ ദൈവം സന്ദർശിക്കാനായി ഒരു സമാധാന അന്തരീക്ഷം പ്രത്യേകിച്ച് കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിലേക്ക് മടങ്ങി വരട്ടെ, സ്വസ്ഥതയിലേക്ക് മടങ്ങി വരട്ടെ, ഐശ്വര്യ സമാധാനവും ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ജനത്തിന് സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം കൂട്ടുക്കണമേ. സകലമകത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.